നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ മത്സരിക്കാൻ തയ്യാറായി പി.വി. അൻവർ അനൗപചാരിക പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. ബേപ്പൂരിലെ UDF നേതാക്കളെയും സമുദായ നേതാക്കളെയും അൻവർ സന്ദർശിച്ചു. മുഹമ്മദ് റിയാസിനെതിരെ ബേപ്പൂരിൽ മത്സരിക്കുമെന്ന് പി.വി. അൻവർ നേരത്തെ തന്നെ പ്രഖ്യാപനം നടത്തിയിരുന്നു. എന്താണ് രാഷ്ട്രീയ സാഹചര്യം എന്ന് പരിശോധിക്കാം. രതീഷ് അനിരുദ്ധൻ തത്സമയം ചേരുന്നുണ്ട്. രതീഷ്, നിലമ്പൂരിൽ നിന്നും അങ്ങനെ ബേപ്പൂരിലേക്ക് പി.വി. അൻവർ തട്ടകം മാറ്റിയാൽ ക്ലച്ച് പിടിക്കുമോ? ഒരു പരുവപ്പെടുത്തിയ പി.വി. അൻവറിനെയാണ് UDF ബേപ്പൂരിൽ മത്സരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. നേരത്തെ പരുവപ്പെട്ട ഒരു പി.വി. അൻവർ ആയിരുന്നില്ല. UDF പോലും ഒരു പക്ഷേ അടുത്ത ഘട്ടത്തിൽ വെല്ലുവിളിച്ചേക്കാം, അല്ലെങ്കിൽ UDF ഭീഷണിയായേക്കാം. ഇപ്പോൾ നേരത്തെ ഒരു അനുഭവം ഉണ്ടല്ലോ, PC ജോർജിനെ ഒപ്പം കൂട്ടിയതിനു ശേഷം ഉമ്മൻചാണ്ടി നേരിട്ട വലിയ ക്രൈസിസ് ഉണ്ട്. സമാനമായി പി.വി. അൻവറിൽ നിന്ന് രാഷ്ട്രീയമായ പ്രതികരണം കൊണ്ട് അങ്ങനെ സ്വതന്ത്ര സ്വഭാവത്തിൽ പോകുന്ന ഒരാളെ എങ്ങനെ ഒപ്പം കൂട്ടുമെന്ന വലിയ ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷേ നിലമ്പൂരിൽ സീറ്റ് നൽകിയില്ല എന്ന് മാത്രമല്ല, നിലമ്പൂരിൽ ബൈ ഇലക്ഷൻ സ്വതന്ത്രമായി മത്സരിക്കേണ്ടിയും വന്നു. അതിന് പിന്നാലെയാണ് UDF അപ്പോൾ പരുവപ്പെട്ട ഒരു പി.വി. അൻവറിനെ UDF ലഭിച്ചിരിക്കുകയാണ്. ബേപ്പൂർ കഴിഞ്ഞൊരു 40 വർഷത്തിലധികമായി 40 വർഷത്തിലധികമായി ജയിക്കാത്ത കുറേയധികം സീറ്റുകൾ കോൺഗ്രസ് സംബന്ധിച്ച് വലിയ പ്രതിസന്ധി, UDF സംബന്ധിച്ച് കേരളത്തിൽ പ്രതിസന്ധി നിൽക്കുന്നത്. അതിലൊന്നാണ് ബേപ്പൂർ. മാത്രമല്ല ബേപ്പൂരിൽ പി എം മുഹമ്മദ് റിയാസിൻ്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ VK സിമതി കോയയേക്കാൾ കൂടുകയായിരുന്നു. അപ്പോൾ അങ്ങനെ വലിയ പ്രതിസന്ധി നിറഞ്ഞൊരു 28,000 അധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് മുഹമ്മദ് റിയാസ് വിജയിച്ചത്. മുഹമ്മദ് റിയാസിനെതിരെ അൻവർ വരുന്നത് UDF വലിയ ആശ്വാസമാണ്. മാത്രമല്ല വേണ്ടി വന്നാൽ ജയസാധ്യത ഉണ്ട്, അല്ലെങ്കിൽ സാധ്യത ഉണ്ട് എന്ന പ്രതീതി ഉണ്ടാക്കാൻ കഴിയുന്ന വലിയ മത്സരമായി. ഘടകങ്ങളൊക്കെ എങ്ങനെയാണ് അനുകൂലമാക്കാൻ പി.വി. അൻവറിന് കഴിയും? അവിടുത്തെ നമുക്കറിയാം, ഇവിടുത്തെ ഒരു ഭൂമിശാസ്ത്രം, രാഷ്ട്രീയ ഭൂമിശാസ്ത്രം, സാമുദായിക ഭൂമിശാസ്ത്രം ഒക്കെ ഉണ്ടല്ലോ. രതീഷ്, നേരത്തെ NP മൊയ്തീൻ മാത്രമാണ് അവിടെ നിന്ന് വിജയിച്ചിട്ടുള്ളത് കോൺഗ്രസിന് വേണ്ടി 2 ടേമിൽ. അത് ചെറിയ ഹ്രസ്വകാലമാണ്, 2 ടേം വിജയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു 40 വർഷമായി UDF ഒരു പ്രതിനിധി ഇല്ലാത്ത സ്ഥലമാണ്. 2011 അന്നത്തെ KSU ജില്ലാ പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഒക്കെ ആയിരുന്ന ആദം മുൽസി വലിയൊരു ഫൈറ്റിന് വേണ്ടി തയ്യാറായി 2011-ലും 2016-ലും മത്സരിച്ചെന്ന ഓർമ്മ. ആ 2 തവണയും ഒരു പക്ഷേ മണ്ഡലം തിരിച്ചു പിടിക്കുമെന്ന പ്രതീതിയൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഇളമരം കരീമെന്ന അതികായനായിരുന്നു LDF കാൻഡിഡേറ്റ്. അദ്ദേഹത്തെ വീഴ്ത്താൻ കഴിഞ്ഞില്ല. പിന്നീട് VK സിമതി കോയ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും 2001 അദ്ദേഹം മത്സരിച്ച് വിജയിച്ചിരുന്നു. 2016 വീണ്ടും വരികയാണ്, അദ്ദേഹം വരുന്നു. അപ്പോഴും ആ മണ്ഡലത്തിലൊരു ഇളക്കമുണ്ടാക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞു. ഒരു ഘട്ടത്തിൽ ലീഗിന് ആ സീറ്റ് കൊടുത്താൽ വിജയിക്കാൻ കഴിയും. അതാണ് അവിടുത്തെ സാമുദായിക ഇക്വേഷൻ, സാമൂഹിക സാഹചര്യം അതാണ്. എന്ന നിലയിൽ UDF ആലോചനകളും ചർച്ചകളും ഒക്കെ നടന്നു. ലീഗ് ആ മണ്ഡലം ഏറ്റെടുത്താൽ വിജയിക്കും. പക്ഷേ അത്തരം ഒരു നീക്കത്തിലുള്ള സാധ്യത വളരെ പരിമിതപ്പെടുകയായിരുന്നു. പിന്നീട് മാത്രമല്ല പിണറായിയുമായി നേരിട്ടുള്ള യുദ്ധപ്രഖ്യാപനം നടത്തിയ പി.വി. അൻവറാണ്. പി.വി. അൻവർ മുഖ്യമന്ത്രിയോട് പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്, സർക്കാരിനോട് പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങളിൽ എല്ലാം ഒരു പക്ഷേ പി.വി. അൻവറിന്റെ ചില തെളിവുകൾ നൽകാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാം. എന്നാൽ മറുപടി സർക്കാരിന് നൽകാൻ കഴിഞ്ഞോ ഇല്ല എന്ന് പറയാം. അങ്ങനെ അവിടെ മുഹമ്മദ് റിയാസാണ്. അപ്പോൾ പിണറായിയുമായി ബന്ധപ്പെട്ട ഒരു ഏറ്റുമുട്ടൽ എന്ന് പറയുമ്പോൾ നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലായിട്ട് അതിനെ പ്രതീകവൽക്കരിച്ച് മുന്നോട്ട് പോകും. അപ്പോൾ ആ ഒരു പോരിന്റെ പ്രസക്തി എത്രത്തോളം? രാഷ്ട്രീയമായി ആ പോര് അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം പിണറായിസത്തിന് എതിരെയാണ് എൻ്റെ ഫൈറ്റ് എന്നായിരുന്നു പി.വി. അൻവർ പറഞ്ഞത്. അൻവർ ഉന്നയിച്ച ഓരോരോ വിഷയങ്ങൾ അത് ഇഴകീറി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇനി ചർച്ച ചെയ്യപ്പെടാനൊന്നും പോകുന്നില്ല, അതിന്റെ കാലം കഴിഞ്ഞു. പക്ഷേ അൻവർ ഫൈറ്റ് ചെയ്ത് പിണറായിസത്തിനെതിരെയാണ് എന്നതൊരു ടാഗ് ലൈനായി ചർച്ച ചെയ്യപ്പെടും. ഒറ്റക്കെട്ടായി ഉറപ്പായും സ്വാഭാവികമായി ഫൈറ്റ് ഉള്ള അങ്ങനെ ജയിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സീറ്റല്ല. അവിടെയാണ് പി.വി. അൻവർ വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയാസ് ആയിരുന്നു, PM നിയാസ് ആയിരുന്നു അവിടുത്തെ സ്ഥാനാർത്ഥി. വിജയസാധ്യത അന്നും വളരെ പരിമിതമായിരുന്നു, കുറവായിരുന്നു. പുതിയൊരു സ്ഥാനാർത്ഥി കോൺഗ്രസിൽ വന്നാലും അവിടെ ജയിക്കൽ അത്ര എളുപ്പമല്ല. എന്നാൽ വേണ്ടി വന്നാൽ ജയിക്കാൻ കഴിയുന്ന സീറ്റാണ്. മാത്രമല്ല സംസ്ഥാന തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഫോക്കസ് പോയിന്റായി പിണറായിസം എന്ന ടാഗ് ലൈനിൽ ഒരു പ്രചാരണം, ഒരു അറ്റാക്ക് പിണറായിക്കെതിരെയും LDF പ്രത്യേകിച്ച് മുഹമ്മദ് റിയാസിനെതിരെയും കൊണ്ടുവരാൻ പി.വി. അൻവറിന്റെ മത്സരത്തിലൂടെ കഴിയും എന്നൊരു പ്രതീക്ഷ UDF മാത്രമല്ല UDF സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു നഷ്ടക്കച്ചവടമല്ല. കിട്ടാത്തൊരു സീറ്റ് പരുവപ്പെടുത്തിയ പി.വി. അൻവറിനെ അവിടെ മത്സരിപ്പിക്കാൻ കഴിയുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രസക്തി. തീർച്ചയായും അങ്ങനെയെങ്കിൽ 2026 തെരഞ്ഞെടുപ്പ് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ്, ഒരു മണ്ഡലമായി അങ്ങനെ ബേപ്പൂർ മാറുകയും ചെയ്യും. ഉറപ്പായും. നേരത്തെ ഇപ്പോൾ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ചെറിയാൻ ഫിലിപ്പ് വന്നു, തലശ്ശേരിയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ രംഗപ്രവേശം. ഇങ്ങനെ ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിത്വം കൊണ്ട് വളരെ ശ്രദ്ധ നേടുകയും രാഷ്ട്രീയം വലിയ ചർച്ചയുണ്ട്. അത്തരമൊരു മണ്ഡലമായി ബേപ്പൂർ മാറും. മാത്രമല്ല സംസ്ഥാന അടിസ്ഥാനത്തിൽ പിണറായിസം എന്നൊരു നെഗറ്റീവ് ടാഗ് ലൈൻ ഒരു അറ്റാക്കായി LDF എതിരെ മുന്നോട്ട് വയ്ക്കാൻ UDF കഴിയുന്ന ഒരു മണ്ഡലമായി കൂടി ബേപ്പൂരിൽ അൻവർ വരികയാണെങ്കിൽ അങ്ങനെ സംഭവിക്കും. ശരി, അപ്പോൾ കാത്തിരിക്കാം. രാഷ്ട്രീയമാണ്. പി.വി. അൻവർ അങ്ങനെ കച്ചമുറുക്കി കഴിഞ്ഞു. ബേപ്പൂരിലായിരിക്കും അംഗം. മുഹമ്മദ് റിയാസിന് എതിരെ ആയിരിക്കും ഫൈറ്റ് എന്ന ഏകദേശം ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുകയാണ്.